കാലമൊരു കറുത്തിരുണ്ട കാടായിരുന്നപ്പോൾ ചരിത്രത്തിലൊരു ചുവന്ന കൊടുങ്കാറ്റ് വീശിയിരുന്നു. ആ കാറ്റ് ക്യൂബയും ബൊളീവിയയും ലാറ്റിൻ അമേരിക്കയും കടന്ന് ലോകവിപ്ലവത്തിന്റെ അടയാളമായി മാറി. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാകില്ല എന്ന വാക്കുകൾ ആ കാറ്റിൽ മാറ്റൊലികൊണ്ടു. അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച് ഗ്വാട്ടിമാലയിൽ വിപ്ലവം നടത്തി, ക്യൂബയിൽ വിജയം മുഴക്കി, ബൊളീവിയയിൽ എരിഞ്ഞടങ്ങിയ വിപ്ലവ നക്ഷത്രം എണസ്റ്റോ ഗുവേര ഡീലാർസേന എന്ന എണസ്റ്റോ ചെഗുവേര. കണ്ണിൽ അണയാത്തൊരു വിപ്ലവ വീര്യം ജ്വലിക്കുന്ന, ചുണ്ടിൽ നിഗൂഢമായൊരു പുഞ്ചിരി ഒളിപ്പിച്ച, ചുവന്ന നക്ഷത്ര ചിഹ്നമുള്ള തൊപ്പി ധരിച്ച, സിഗാർ വലിക്കുന്ന ആ താടിക്കാരൻ ലോകവിപ്ലവത്തിന്റെ വീര്യവും ആശയ സമരത്തിന്റെ തത്വചിന്തയും സമന്വയിക്കുന്ന പ്രതീകമായി മാറി. ഉയരാൻ മടിക്കുന്ന കൈയും പറയാൻ മടിക്കുന്ന നാവും അടിമത്വത്തിന്റേതാണെന്നും മുട്ടുകുത്തി യാചിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്നു നിന്ന് മരിക്കുന്നതാണെന്നും ചെ വിപ്ലവകാരികളെ പഠിപ്പിച്ചു. ഒരു ദിവസം വീണുപോകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ യാത്ര തുടർന്നു. പക്ഷേ 39-ാം വയസ്സിൽ സാമ്രാജ്യത്വ ശക്തികൾ കൊന്നൊടുക്കിയിട്ടും അയാൾ തുറന്നുപോയില്ല. കൊല്ലപ്പെട്ട ചെ ജീവിച്ചിരുന്ന ചെയേക്കാൾ ആവേശവും വീര്യവുമായി ലോകത്താഞ്ഞടിച്ചു.